ഒരിക്കൽ കൂടി അത്ഭുതങ്ങളുടെ പുലർക്കാല യാത്രയിലേക്ക് എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. ഇന്നലത്തെ ബാക്കിയും ഇന്ന് കൂടി നിങ്ങളുടെ ഉള്ളിലുള്ള നമ്മുടെ പ്രതീക്ഷകൾ ആണ് നമ്മളെ ബോറടിപ്പിക്കുന്നത്. എന്ത് പ്രതീക്ഷകൾ? ഫലത്തിന്മേലുള്ള പ്രതീക്ഷകൾ. ഏതെങ്കിലും ഒരു വസ്തു കേൾക്കുമ്പോഴോ കാണുമ്പോഴോ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴോ ഇതിങ്ങനെ ആയിരിക്കണം എന്ന റിസൾട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷ. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക, പറ്റാത്തതെല്ലാം ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഉള്ളില് ഉണ്ടായി വരുന്ന വികാരമാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അമിത പ്രതീക്ഷയല്ല, ഒരു റിസൾട്ടിനെ കുറിച്ചുള്ള നിർബന്ധം. ഇപ്പൊ ചില ഡോക്ടർമാരുണ്ട്, ചില ഡോക്ടർമാര് ഭയങ്കര കഴിവായിരിക്കും അവർക്ക്. ഏറ്റവും വൈദഗ്ധ്യമുള്ള ഒരു ഒരു ഡോക്ടർ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏറ്റവും വൈദഗ്ധ്യമാണ്, ഭയങ്കര അങ്ങനത്തെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ ചിന്തിച്ചു നോക്കുക. എല്ലാത്തിലും പെർഫെക്ഷൻ ആയിട്ടുള്ള കൃത്യമായ തീരുമാനമെടുത്ത് വളരെ കൃത്യമായി കോഴ്സ് കണ്ടെത്തി അതിനെ കൃത്യമായി ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സർജൻ, കൃത്യമായ അച്ചടക്കം, കൃത്യമായ തയ്യാറെടുപ്പ്, കൃത്യമായ നിയന്ത്രണം. ആ ഒരു ഡോക്ടർ എപ്പോഴും പറയുവാണ്, ഞാന് ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിൽ ആരാണത് ചെയ്യുക? ഇത് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പറയാറുണ്ട്. എൻ്റെ മക്കളെക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യുക? എൻ്റെ ഭർത്താവിന് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യുക? എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യുക? എന്നിട്ട് അതാണ് വില്ല് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഭൂരിപക്ഷം പേരും. അതാണ് വില്ല്. ഞാൻ എതിർത്തില്ലെങ്കിൽ ആരെതിർക്കും? അത് ആ എതിർക്കുന്നത് എൻ്റെ ധൈര്യമാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഭൂരിപക്ഷം പേരും അങ്ങനെയാണുള്ളത്. ഭൂരിപക്ഷം പേരും ഒരു പ്രതീക്ഷയിന്മേല് അതിശക്തമായ പ്രതീക്ഷ മുമ്പിൽ വച്ചിട്ട് ആ വില്ല് പ്രകടിപ്പിക്കുകയാണ് അവിടെ. ഇങ്ങനെ പോകുന്ന സമയത്ത് ചില കേസുകൾ അവരുടെ മുന്നിലേക്ക് വരും. അവർ എല്ലാ സ്കാനിങ്ങും ടെസ്റ്റും എല്ലാം വളരെ കൃത്യമായി പരിശോധിക്കും, എല്ലാം റെഡിയാക്കും. എന്നാൽ സർജറി ആരംഭിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ എന്തോ ഒരു സംഭവം കയ്യിൽ നിന്ന് പിടിവിട്ട് പോവുകയാണ്. അത് അവർക്ക് കൃത്യമായി ഒരു സർജന് ഇത് മനസ്സിലാവും. നിങ്ങളൊരു സർജനായിട്ട് നിന്ന് ആലോചിക്കുക, എല്ലാം കൃത്യമായി പെർഫെക്റ്റായി ചെയ്യുന്ന, എല്ലാം കൃത്യമായി കിട്ടിയാൽ സംതൃപ്തി കിട്ടുന്ന ഒരു ജീവിതം കിട്ടാത്തതിലുള്ള ഒരു വിഷമമായിട്ട് നിങ്ങളിങ്ങനെ പോകണുണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങളുടെ ബില്ല് പറയണ്ടാവും, എനിക്കിതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ഞാൻ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്താൽ.
പക്ഷെ ചെയ്ത് വരുമ്പോൾ ചില സമയങ്ങളിൽ ജീവിതത്തിൽ വെറുക്കപ്പെട്ട ഒരു കാര്യം മുമ്പിലോട്ട് വരും. ഒരു വലിയ നിസ്സഹായത. അത് ജീവിതത്തിൽ ഭയങ്കര വെറുപ്പുള്ളതാണ്, നിസ്സഹായത. കാരണം അത്രയും നാളും വിശ്വസിച്ചിരുന്നത്, ഞാൻ സൂക്ഷ്മമായി, ഞാൻ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ ടെസ്റ്റുകൾ നോക്കി ചെയ്താൽ വിജയിക്കും, 100% വിജയം ഉറപ്പാണ്. അപ്പം മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് ഉയർന്നു വരും. ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ലല്ലോ. ആ സമയത്ത് മാനസിക സമ്മർദ്ദം ഉണ്ടാകും. അതൊരു സർജനെ സംബന്ധിച്ച് വളരെ വലിയൊരു ഒരു ഒരു ടെൻഷനാണത്. ആ സമയത്ത് ഒരു ഡോക്ടർക്ക് പൂർണ്ണമായും സറണ്ടർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വിട്ടുപോകും. അതുകൊണ്ട് ഒരു ഡോക്ടറെ ട്രെയിൻ ചെയ്യിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ അവർ പറയും, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി. നിങ്ങൾ എത്രയോ സിനിമകൾ ഡോക്ടർമാരെ കണ്ടേക്കണു, എത്രയോ നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കണു. ലാസ്റ്റ് അവരൊരു വാക്ക്, അന്ധവിശ്വാസവും അനാചാരങ്ങളും എല്ലാം അതിൽ നിന്നാണ്, ആ പെർഫെക്ഷൻ ആക്കുക എന്ന പ്രതീക്ഷയിൽ നിന്നാണ്. ആരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ തോന്നും, ഏറ്റവും വലിയ പ്രതീക്ഷ എനിക്കിതാണ്. പക്ഷെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ പ്രതീക്ഷയല്ല നമ്മുടെ ജീവിതം. എല്ലാ ഫലങ്ങളെയും നിയന്ത്രിക്കണം. അതാ പ്രതീക്ഷകളുടെ വലിപ്പമാണത്. അപ്പോഴൊന്നും നമുക്ക് നമ്മളെ കാണാനോ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനോ നമുക്ക് മനസ്സിലാവില്ല. പല മനുഷ്യരും ഈ ചിന്തിക്കുന്നത് അവരുടെ സ്ഥിരതയിലാണ്. അവർക്ക് ലഭിച്ച പരിശീലനം, വർഷങ്ങളുടെ അനുഭവം, എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ബുദ്ധിശക്തി. പക്ഷെ മനുഷ്യ ശരീരത്തിനുള്ളിലുള്ള നിഗൂഢമായ ഒരു പ്രതിരോധ ശേഷി മനുഷ്യൻ പലപ്പോഴും തിരിച്ചറിയൂല. ഉള്ളിലുള്ള തീർത്തും വിനീതമായ, തീർത്തും താഴ്മയുള്ള ഒരു സാധനം മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റൂല. ആ തിരിച്ചറിവാണ് സറണ്ടർ. ആ തിരിച്ചറിവാണ് അല്ലാതെ കീഴടങ്ങലല്ല. നിങ്ങൾ ഇത്രയും കാലം മനുഷ്യൻ വിചാരിച്ചു കൊണ്ടിരുന്നത്, ഞാനടക്കം വിചാരിച്ചു കൊണ്ടിരുന്നത്, സറണ്ടർ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണ്. നമ്മൾ കീഴടങ്ങി ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഞാനും പ്രാക്ടീസ് ചെയ്ത് നോക്കി. പക്ഷേ ആ കീഴടങ്ങൽ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കീഴടങ്ങൽ എന്ന് പറയുന്നത്, അവന്റെ ഉള്ളിലുള്ള ആ കീഴടങ്ങൽ തന്നെയാണ്, ഒരു അടിമത്തമാണ്. എന്നാൽ കീഴടങ്ങൽ എന്ന് പറഞ്ഞാൽ ഫലത്തിന്റെ ഉടമസ്ഥതയിൽ നിന്നുള്ള മോചനമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുകൊണ്ടുള്ള കീഴടങ്ങൽ വിധേയത്വമായി മാറും, വെറും വിധേയത്വം. വെറും വിധേയത്വം. അവിടെ നിന്നാണ് ഫലത്തിന്റെ, ആ ഫലത്തിൽ എനിക്ക് ഉടമസ്ഥതയുണ്ട് എന്ന, നമ്മൾ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. പവർ ഓഫ് യുവർ മൈൻഡ്.
ഈ കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രവർത്തനവും കൂടുതൽ ക്ലാരിറ്റി വരും. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനത്തിനും ക്ലാരിറ്റി വരും. കൂടുതൽ മൂർച്ചയുള്ളതായിട്ട് നമ്മൾ പെരുമാറും. കൂടുതൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പെരുമാറും. പക്ഷേ പൂർണ്ണ ശ്രദ്ധയും ഒക്കെ ഉണ്ടാവും. പരിഭ്രാന്തി എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാവില്ല. റിസൾട്ടിൽ നമുക്ക് ഉടമസ്ഥത വേണം. ഞാനാണ് എന്ന ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും നമ്മൾ യഥാർത്ഥ സറണ്ടർ ആകുകയും ചെയ്തു കഴിഞ്ഞാൽ പരിഭ്രാന്തി എന്ന് പറയുന്ന സാധനം പിന്നെ നമുക്കുണ്ടാവില്ല. അവിടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും. കാരണം വിജയം എന്നത് റിസൾട്ടിനെ അടിസ്ഥാനമാക്കി അല്ല നിങ്ങളിപ്പോൾ പെരുമാറുന്നത്. ഈ ഒരു വഴിക്ക് പോകുമ്പോൾ വിജയം എന്നത് വിജയം എന്നത് ലക്ഷ്യമല്ല, പ്രതീക്ഷയല്ല. അപ്പൊ പിന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. കാരണം റിസൾട്ട് ഇല്ല. നമ്മുടെ ഉള്ളിലെ വിചാരം ഈ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ, അതും പ്രത്യേകിച്ചും ഈ മൈൻഡിനെ ശക്തിപ്പെടുത്തി മനസ്സിനെ ശക്തിപ്പെടുത്തി നിൽക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താണെന്നറിയോ? ഒരു വിശ്വാസമാണത്. ഈ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പരാജയപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഒഴിവ് കഴിവാണ് എന്നാണ്. പക്ഷെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ നമുക്ക് അത് ബലഹീനതയല്ല, അത് വിട്ടുകൊടുക്കലിന്റെ ആവശ്യകതയാണ് എന്ന് മനസ്സിലാവും. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ആത്യന്തികമായ രചയിതാവ് നമ്മളല്ല എന്ന ബോധമാണത്. അത് മാത്രമാണ് സത്യം. അവിടെ നമുക്ക് ചൂസിങ് ഓപ്ഷൻ ഇല്ല. അവിടെ ഭയമുണ്ടാകില്ല. അവിടെ ഒരു മിഥ്യാധാരണയുണ്ട്. നമുക്ക് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള സകലതിന്റെയും രചയിതാവ് താനാണെന്നുള്ള ഒരു മിഥ്യാധാരണ. അത് സമ്മതിക്കില്ല. ദൈവമാണ് എല്ലാം തരണേ, എൻ്റെ ദൈവം, എൻ്റെ പൊന്നെ, എൻ്റെ പടച്ചോനെ, എൻ്റെ അള്ളാ എന്നൊക്കെ പറയും. അത് വെറും ഒരു പറച്ചിൽ മാത്രമാണ്. മറുവശത്ത് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും രചയിത. കാരണം ആ രീതിയിലാണ് സിസ്റ്റം പഠിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പരിശ്രമത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്, എന്നാൽ നിലനിൽപ്പിന് നിങ്ങൾ ഉത്തരവാദിയല്ല. ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഉത്തരവാദിയല്ല. ശരീരത്തിന്റെ നിലനിൽപ്പിന് നമ്മൾ ഉത്തരവാദിയാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം, എനിക്കിത് കിട്ടിയാലേ തൃപ്തിയാവുള്ളൂ, ഇതെനിക്ക് സന്തോഷം നൽകുന്നുള്ളൂ എന്ന തോന്നലുണ്ടാവണം. നിങ്ങളുടെ വിൽ പവർ തന്നെയാണത്. പക്ഷേ ആ വിൽ പവർ ഒരു വലിയ വിൽ പവറിനുള്ളിലാണ് നീങ്ങുന്നത്. നിങ്ങൾ ആ പ്രവാഹത്തിനെതിരെ ഒരിക്കലും പോരാടാൻ നിൽക്കരുത്. അങ്ങനെ പോരാടുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകും. അതിനോട് യോജിക്കുമ്പോൾ പ്രവർത്തനം കറക്റ്റ് ആകും. അല്ലാതെ ഒഴിവ് കഴിവല്ലത്. നിങ്ങളുടെ ആ വില്ല് ആ പ്രവാഹത്തിനെതിരെ ആക്കി മാറ്റരുത്. പരിശ്രമം വേണ്ട എന്നല്ല പറയുന്നത്. ആ പരിശ്രമം, അതിന്റെ റിസൾട്ട് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളൊരു ബോട്ടിൻ ഒരു ബോട്ട് നിയന്ത്രിക്കുന്ന ബോട്ട് ഡ്രൈവർ, സ്രാങ്ക്,
ഒരു സ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നദിയെ അല്ല നിയന്ത്രിക്കുന്നത്, ബോട്ടിനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന സ്ഥലകാല ബോധം. ബോട്ട് ഓടിക്കുമ്പോൾ നദീനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നൽ വരരുത്. ഞാൻ ഈ നദിയെ തന്നെ, അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. അത് ഗുരുത്വാകർഷണത്തിനനുസരിച്ചാണ് നദി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടിൽ കയറി നിന്നിട്ട് ബോട്ടിന് കഴിവുണ്ടെങ്കിൽ അവന് ബോട്ടിനെ നല്ല വൈദഗ്ധ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ നദിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ക്ഷീണിച്ചു പോകും, പരാജയപ്പെട്ടു പോകും. നിങ്ങൾ നദിയാണ് എന്ന് വിശ്വസിച്ച് അതിനെ നിയന്ത്രിക്കാൻ ഒരിക്കലും നിൽക്കരുത്. അത് നിങ്ങളെ നയിക്കുകയാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ നിങ്ങൾ സറണ്ടർ ആകും. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നെ നയിക്കുകയാണ്, ഞാൻ ചെയ്യുന്നതല്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ഫ്രണ്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു പവറിനെ, ആ ഒരു ശക്തിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ മറ്റു പലതിലും. അപ്പോൾ എന്തോ ആകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കേട്ടാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ അത് മാത്രം കിട്ടിയാലേ എനിക്ക് സന്തോഷാവുള്ളൂ. ഏ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു സെഷൻ കിട്ടിയാലേ എനിക്ക് സന്തോഷം വരുള്ളൂ എന്ന് തോന്നൽ പോലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. പതിയെ 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 നിങ്ങൾ സ്വയം ആനന്ദത്തിലേക്ക് മാറണം. എല്ലാവരും കർണത്തിന് ആനന്ദം നൽകുന്ന രീതിയിൽ സംസാരിക്കില്ല. അതൊക്കെ നിങ്ങൾ ആ അതിലെല്ലാം നിങ്ങൾക്ക് ആ കാര്യം ഗ്രഹിക്കാനുള്ള, എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം മാത്രം മതി. അതിനപ്പുറം ഒന്നും വേണ്ട. നിങ്ങൾ ഉണരുക. കീഴടങ്ങൽ എന്നാൽ ബോട്ടിന്റെ തുഴ ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് ഒഴുക്കിനൊപ്പം തുഴയുക എന്നുള്ളതാണ്. ഉണരുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള ചിന്ത ഞാൻ നദിയെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. നദിയെ നിയന്ത്രിക്കണം എന്നാണ് വികാരമാണ് നമ്മുടെ ഉള്ളിൽ വരിക. ഉണർന്ന ശേഷം ഞാൻ തുഴയുന്നു, പക്ഷേ എന്നെ കൊണ്ടുപോകുന്നത് എന്താണ് എന്ന് എനിക്കറിയാം എന്ന ബോധമാണ് ഉണ്ടാകുക. ഞാൻ തുഴയുന്നു, പക്ഷെ എന്നെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ദൈവിക ഇച്ഛ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യന് പിന്നെ എന്താണ് റോൾ, അതും മനസ്സിലാക്കിയിരിക്കണം. രണ്ടു വശവും നമ്മൾ എല്ലാത്തിൻ്റെയും മനസ്സിലാക്കിയിരിക്കണം. ആഴത്തിൽ ചിന്തിച്ച് പോകാൻ പറ്റണം. ലോകത്തിൽ ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കരുത്. ചുമ്മാ ഉത്തരം പറഞ്ഞാൽ പോരാ. ചോദിക്കുന്ന ആൾക്ക് സംതൃപ്തിയാകുന്ന രീതിയിൽ പറയാൻ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും രൂപം കൊള്ളേണ്ടതാണ്.
അത് ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ പെർഫെക്റ്റ്ലി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടെത്തിയാൽ മാത്രം മതി. മനുഷ്യരെല്ലാം പറഞ്ഞ എന്നാണ്, ഞാൻ തീരുമാനിച്ചു, ഞാൻ തെരഞ്ഞെടുത്തു, ഞാൻ ആസൂത്രണം ചെയ്തു, ഞാൻ ചെയ്തു, ഞാൻ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ തീരുമാനിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ. ആ ഉദ്ദേശം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന ഉദ്ദേശം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ സ്വഭാവം പോലും നിങ്ങൾ രൂപകൽപ്പന ചെയ്തതല്ല, മറ്റാരോ രൂപകൽപ്പന ചെയ്തതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലും നിങ്ങൾ സൃഷ്ടിച്ചതല്ല, നിങ്ങൾ രൂപകൽപ്പന ചെയ്തതല്ല, വേറെ ആരോ സൃഷ്ടിച്ചതാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ പോലും നിങ്ങളല്ല സൃഷ്ടിച്ചത്. ഉം. അവിടെയാണ് ഈ ഞാൻ ആരാമോൻ. അത് മനുഷ്യനല്ല, അവന്റെ അവന്റെ ആഗ്രഹങ്ങൾ പോലും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവന്റെ ചെറുപ്പം മുതൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന ചില സാഹചര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കീഴടങ്ങ്, സറണ്ടർ എന്താണ് എന്നും ഉണർവ് ദൈവികമായ വിഷയത്തിൽ നമുക്ക് നൽകുന്ന പങ്കാളിത്തം, അവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ സൂപ്പർ പവർ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമ്മൾ എന്താണ്? ഇച്ഛാശക്തി, വിൽ അങ്ങനെ ആകണം എന്ന് പറഞ്ഞാൽ ആകണം എന്ന ആ വാക്കിന്റെ പവർ, ഒരു വാക്സിദ്ധി, അതൊക്കെ ഉണ്ടാകുന്നത് ഈ സറണ്ടറിൽ നിന്നാണ്. യഥാർത്ഥ വിൽ പവർ എന്നത് ആവിഷ്കാരത്തിലേട്ടുള്ള ആവിഷ്കാരത്തിലേട്ടുള്ള നിങ്ങളുടെ ചലനമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നടത്തമാണ് യഥാർത്ഥ വിൽ പവർ എന്ന് പറഞ്ഞത്. ഈ വിൽ പവർ പല രീതിയിൽ മനുഷ്യൻ പ്രയോഗിക്കും. അതിജീവനത്തിന് വേണ്ടിയിട്ട് അതെല്ലാ ജീവികളും പ്രയോഗിക്കും. മാനസികപരമായി അത് അഹംഭാവത്തിന് മുൻഗണന നൽകിയിട്ട്, അഹംഭാവമായിരിക്കും, വാടാ നോക്കാം എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് അഹംഭാവമാണ്, വാടാ നോക്കാം. മറ്റൊരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ട്. എന്ത് സംഭവിച്ചാലും ഞാൻ എന്ത് കഠിനാവസ്ഥയിലും ജീവിക്കും എന്ന് പറയുന്ന ഒരു വിൽ പവർ ഉണ്ട്. അതുകൂടാതെ മനസ്സിനൊരു വിൽ പവർ ഉണ്ട്. ആ മനസ്സിന്റെ വിൽ പവറാണ് വാ നോക്കാം, എന്ത് വലിയ സംഭവമാണേലും. അത് ആ ഒറ്റ സംഭവം ഉള്ളൂ ഇപ്പൊ, മാനസികപരമായ അഹംഭാവം. ആരെ നോക്കിയാലും നിങ്ങൾ നോക്കിക്കോ, ഒരു കാരണം ആ ഒരു ഡ്രസ് ഇട്ട ഒരു 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 എന്താ പറയാ, ഒരു തേച്ച് നല്ല, പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ കഞ്ഞിയൊക്കെ മുക്കി അതങ്ങനെ തേച്ചിട്ട് ആ ഒരു ഇതിൽ നിന്നാൽ മാത്രമേ പരിഗണന ലഭിക്കൂ എന്നുള്ള ആ ഒരു ബോധം, അത് മനഃശാസ്ത്രപരമായ ഒരു വിൽ പവറാണ്. ആ, ഇങ്ങനെ നിന്നിട്ട് അപ്പൊ ഉള്ളില് എല്ലാരും ഇന്ന ആളെന്നൊന്നുമില്ല. ചിലർക്ക് ധാർമ്മികമായ വിൽ പവർ ആണുള്ളത്. ഞാൻ നല്ലത് ചെയ്യണം, നന്മ ചെയ്യണം എന്നൊരു വിൽ പവർ, എല്ലാത്തിലും നന്മ, നല്ലത് ചെയ്യണം എന്നൊരു വിൽ പവർ. എന്നാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള വിൽ പവർ അതൊന്നുമല്ല. ഏറ്റവും ഏറ്റവും ടോപ്പായിട്ടുള്ള വിൽ പവർ ഇതൊന്നുമല്ല. ധാർമ്മികമായ ഇച്ഛാശക്തിയല്ല, മാനസികമായ ഇച്ഛാശക്തിയല്ല,
നിങ്ങളുടെ ശാരീരികമായ ഇച്ഛാശക്തിയല്ല. ശാരീരികപരമായ ഇച്ഛാശക്തിയുള്ള ആൾക്കാരുണ്ട്. 80-70 വയസ്സായാൽ ഞാൻ ഇരുന്ന് തന്നെ, നിലത്തിരുന്ന് തന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തും എന്ന് വിചാരിച്ച് ആ ഒരു വിൽ പവറിലൂടെ നിലത്ത് തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ, എഴുന്നേറ്റ് പോകുന്ന ആളുകൾ, 80-ാമത്തെ വയസ്സിൽ പോലും ഞാൻ ഇരുന്ന് പ്രാർത്ഥന നടത്തുമെന്ന് പറഞ്ഞ് ഇരുന്നും നിന്നും പ്രാർത്ഥന നടത്തുന്ന ആളുകൾ. ഇതൊന്നും യഥാർത്ഥ ഇച്ഛാശക്തിയല്ല. യഥാർത്ഥ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല. ഈ പറഞ്ഞതെല്ലാം ഏകപക്ഷീയമാണ്. അവിടെ ഞാൻ തീരുമാനിക്കുകയാണ്. ഏകപക്ഷീയമാണ്. ഏകപക്ഷീയം. ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം തീരുമാനമെടുത്ത് അയാളുടെ കഴിവാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നത്. ദൈവം പോലും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എല്ലാ കഴിവും ദൈവത്തിനാണ്. പക്ഷേ ദൈവം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? മനസ്സിലായില്ലേ? അത് മനസ്സിലാവൂല. ശരീരത്തിന്റെ ഇച്ഛാശക്തി, മനസ്സിന്റെ ഇച്ഛാശക്തി, ധാർമ്മികമായ ഇച്ഛാശക്തി എല്ലാം ഏകപക്ഷീയമാണ്. ഞാൻ, അവിടെയെല്ലാം ഞാനാണ് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു ദൈവീകമായ ഒരു ഇച്ഛാശക്തി പോലും ഒരു കൽപ്പനയല്ല. യാഥാർത്ഥ്യത്തിന്റെ അന്തർലീനമായ അവബോധമാണ് അത് വികസിപ്പിക്കുന്നത്. ഏകപക്ഷീയമല്ല. മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ഏകപക്ഷീയമാണ്. ആത്മീയ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ സത്യവുമായിട്ടുള്ള യോജിപ്പാണ്, യോഗമാണ്. അത് ഏകപക്ഷീയമല്ല. ദൈവം തന്നെ ചെയ്യുന്നില്ല. ദൈവിക ഇച്ഛാശക്തി നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം നമുക്കില്ല. ചോദ്യം ഇതാണ്: നാം അതിനോട് യോജിക്കുന്നുണ്ടോ? അത് ചെറുക്കുകയാണ്. അതുള്ളൂ നമുക്ക് ചോദിക്കാൻ, വേറെ ചോദ്യമില്ല. ദൈവികമായ വിൽ പവർ നിലവിലുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മുടെ അടുത്തില്ല. നമ്മുടെ അടുത്തുള്ള ചോദ്യം ഇത്ര മാത്രമാണ്: അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് ചെറുക്കുകയാണ്. ഞാൻ അവിടെ നിങ്ങൾ ഓരോ പ്രവർത്തനവും വഴിപാടായി ചെയ്യുന്ന അവിടെയാണ്. ഓരോ പ്രവർത്തനവും വഴിപാടായി മാറും. അല്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യുന്നതല്ല. വഴിപാട് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയി ചെയ്യുന്നതല്ല. ഈശ്വരൻ എന്നാൽ പ്രകടനത്തെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച ബുദ്ധിയെ, കോൺഷ്യസ്നെസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രവർത്തനം, നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും വഴിപാടായി മാറും അവിടെ. അതാണ് ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്നുണ്ടത്. പ്രവർത്തനം വഴിപാടായി ചെയ്യും. നിഷ്ക്രിയത്വമല്ല, മാരകമായ പിടിവാദമല്ല, ആസക്തിയില്ലാത്ത പങ്കാളിത്തമാണത്. ആരോടുള്ള പങ്കാളിത്തം? ദൈവീകതയോടുള്ള പങ്കാളിത്തം. അതിൽ നിങ്ങൾ ദൈവത്തെ പങ്കു ചേർക്കുമല്ല, പങ്കാളിത്തം. നിങ്ങൾ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുകയാണ്. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ പടച്ചോൻ, നിങ്ങളുടെ കർത്താവ് ആവശ്യപ്പെടുന്നത് അതാണ്: എന്നോടൊപ്പം പങ്കാളിയാകൂ. പക്ഷെ മനുഷ്യൻ വിചാരിച്ചു വച്ചിരിക്കുന്നത് അത് പങ്കു ചേർക്കലാണെന്ന്. പങ്കു ചേർക്കലല്ല അത്. അങ്ങനെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. പങ്കാളിയാവൂ, എൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളിയാകൂ, ആസക്തിയില്ലാതെ. അവിടെ പങ്കാളിയാകാണ് വേണ്ടത്. പങ്കാളി എന്ന് പറഞ്ഞാൽ അത് ഉറച്ച പങ്കാളിത്തമാണ്. കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, യുദ്ധം എന്നാൽ കീഴടങ്ങലാണ് ഫലത്തിൽ എന്ന്.
കാരണം അത് അഗാധമായ ഒരു സന്തുലിതാവസ്ഥയാണ്. അവിടെ നമ്മൾ പ്രവർത്തനം നിർത്തുന്നില്ല, പ്രവർത്തനം തുടരുന്നു, പക്ഷെ ഉടമസ്ഥാവകാശം അലിഞ്ഞു പോകുന്നു. ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് ഒരു രാജിവെച്ച് പോകലല്ല. രാജിവെച്ച് പോകലല്ല, അത് പ്രപഞ്ചക്രമത്തിലുള്ള ഒരു വിശ്വാസമാണ്. അല്ലെങ്കിൽ അത് ആ പ്രപഞ്ചക്രമത്തിൽ എതിര് നിൽക്കാതെ പങ്കാളിയാകുന്നതാണ്. അതിലും ഇതിലും പിടിച്ചു നിൽക്കരുത്. അതെല്ലാം ധർമ്മങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ മഷിയ, റിഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവിക ഇച്ഛ എല്ലാം ഉൾക്കൊള്ളുന്നു, ആ കോൺഷ്യസ്നസ് എല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാം, എവരിത്തിങ്. പക്വതയുള്ള ഒരു ഹൃദയം അതിനെ മനസ്സിലാക്കുമെന്നാണ് പറഞ്ഞത്. അത് വികസിക്കുന്നതിൽ സംതൃപ്തി കൊള്ളും. അവിടെ ഒരിക്കലും നമുക്ക് അനീതി ഉണ്ടാവില്ല. നിഷ്ക്രിയമായ ഒരു സ്വീകാര്യത. ശേ, ഞാനത് ചെയ്തു എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. പ്രവാചകൻ മുഹമ്മദ് നബി പ്രാർത്ഥിച്ചതായി പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഇച്ഛയെ അങ്ങയുടെ ഇച്ഛയുമായി യോജിപ്പിക്കുക എന്ന്. അതാണ് വില്ല്. എൻ്റെ ഇച്ഛയെ അങ്ങയുടെ ഇച്ഛയുമായി യോജിപ്പിക്കുക. അവിടെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളിയാകുക എന്നാണ്. നമ്മൾ രണ്ട് ബാഹ്യമായ പ്രവർത്തനം, ആന്തരികമായ കീഴടങ്ങളുണ്ട്. ആന്തരികമായി കീഴടങ്ങുമ്പോൾ ഒരാൾക്ക് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയും, ഭയം ഉണ്ടാവില്ല, പരിഭ്രാന്തി ഉണ്ടാവില്ല. അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഭയത്തോടു കൂടി, പരിഭ്രാന്തിയോടു കൂടിയായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഓൾമോസ്റ്റ് 99% ടെൻഷനിലായിരിക്കും നമുക്ക് പോന്നേക്കുക. ടെൻഷൻ, നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. എന്നാൽ എല്ലാം വിട്ടുകൊടുത്തുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് സുന്ദരമായിരിക്കും. ഇത് ഇതേ ഇതിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് വേർഷനാണ് ഈ യേശു പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതൊരിക്കലും ഒരു പരാജയമല്ല, അത് പൂർണ്ണമായ സറണ്ടറാണ്. പൂർണ്ണമായ സറണ്ടർ, അതാണ് തിരിച്ച്, അതാണ് ആ കോൺഷ്യസ്നസ് ആണ് വരേണ്ടത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, കീഴടങ്ങുക, സറണ്ടർ എന്നാൽ, സറണ്ടർ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. സറണ്ടർ എന്നാൽ തെറ്റിദ്ധാരണയാണ് നമുക്ക്. എവിടെയോ പോയി കീഴടങ്ങാണ്, ദൈവത്തിന്റെ മുന്നിലാണേലും കീഴടങ്ങാണ് എന്ന ഒരു തോന്നല് മനുഷ്യന്റെ ഉള്ളുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ദൈവത്തോട് നമുക്ക് വലിയ സ്നേഹമാണ്, റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനം ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ജസ്റ്റ് ഫോളോ മീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവമാരുടെയും മുന്നിൽ കീഴടങ്ങുന്നില്ല. ഫോളോ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോളോ മീ എന്ന് തന്നെയാണ് അർത്ഥം, ഫോളോ ചെയ്യാനാണ്. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് മനുഷ്യൻ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആരെയും ആക്രമിക്കുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല. കാരുണ്യം, സ്നേഹം, നല്ലത് മാത്രം ദൈവത്തിന്, അത് മാത്രമാണ് മനുഷ്യൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ധർമ്മങ്ങളോ എന്തെങ്കിലും വേർതിരിവോ ഭാഷാ വേർതിരിവോ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസമോ മനുഷ്യന്റെ ഇടയിൽ ഉണ്ടാകുമോ? ആഴമേറിയ സ്നേഹത്തിലേക്കുള്ള ക്ഷണമാണത്. ആഴമേറിയ സ്നേഹം, സ്നേഹമാണ് ദൈവം. സ്നേഹമാണ് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതേ പിടിച്ച്
സ്നേഹം മാത്രമാണ് ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരരുത് കേട്ടോ. പക്ഷേ ആഴമേറിയ സ്നേഹത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് ഈ സറണ്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് പിടിച്ച് പോയിന്റ് ബൈ പോയിന്റ് കഠിനമായിട്ട് ബലം പിടിച്ച് നടത്തുന്ന സൂക്ഷ്മമായ മാനേജ്മെന്റ് അല്ല ദൈവികത. അത് നിലനിൽക്കുന്ന സാന്നിധ്യമാണ്, മാറ്റാൻ കഴിയാത്തതാണ്. എത്ര സൂക്ഷിച്ച് നിങ്ങൾ ചെയ്താലും എവിടെയെങ്കിലും ഒരു പരാജയം ഉണ്ടാവൂലേ? ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു വലിയ പ്രോഗ്രാം നടത്തി അല്ലേ? വലിയ പ്രോഗ്രാം നടത്തി, നമുക്ക് ഏറ്റവും സുന്ദരമായിട്ടാണ് അത് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണ്? അവിടെ കുറവില്ലാത്തത് കൊണ്ടല്ലാതെ, അവിടെ കുറവുകളില്ലാത്തത് കൊണ്ടല്ല നമുക്കത് സുന്ദരമായി ഫീൽ ചെയ്തത്. അവിടെ കുറവുകൾ ഉണ്ടായിരുന്നു. സൂക്ഷ്മമായ പിൻ ടു പിൻ, പിൻ ടു പിൻ. അവിടെ എന്ത് സംഭവിച്ചു? രാവിലെ 9:30 വന്നപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. ഓരോരുത്തരെയും സ്വീകരിച്ച് കൊണ്ടുപോയി സീറ്റിൽ കൊണ്ടുപോയി ഇരുത്താൻ ആളുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൃത്യമായ ഭക്ഷണം കിട്ടിയോ? ഇതൊന്നും അല്ല നമ്മളവിടെ ചിന്തിച്ചത്. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മളവിടെ ആഴമേറിയ സ്നേഹത്തിലുള്ള ഒരു ഒരു ആ സ്നേഹമാണ് നമ്മൾ ഫീൽ ചെയ്തത്. ആ സമയത്ത് നമുക്ക് ഈ പിൻ ടു പിൻ, പിൻ ടു പിൻ ഇവന്റ് മാനേജ് ചെയ്യുന്ന പിൻ ടു പിൻ മാനേജ്മെന്റ് അല്ല നമ്മളവിടെ. അത് ദൈവിക ഇച്ഛയല്ല അത്. അവിടെ അവിടെ കുറവുകളുണ്ട്. പക്ഷെ കുറവുകളൊന്നും നമുക്ക് ആർക്കും ഫീൽ ചെയ്യുന്നില്ല. കാരണം അത് നിലനിൽക്കുന്ന സാന്നിധ്യമാണ് അവിടെ. ആ സാന്നിധ്യത്തിൽ നമുക്ക് ഒരു കുറവും ജീവിതത്തിൽ ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എല്ലാം കുറവായിട്ട് തോന്നും. നിങ്ങൾ സറണ്ടർ അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും എത്ര കിട്ടിയാലും, സ്വർണം അരിച്ച് കലക്കി നിങ്ങൾക്ക് തന്നാലും, അതിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇതിലെന്തോ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലോ എന്ന് പറയും. തനിത്തങ്കം അര തനിത്തങ്കം കൊണ്ടുവന്ന് നിങ്ങളുടെ കൈ കൊണ്ടുവന്ന് തന്നാലും നിങ്ങൾ ആ സമയത്ത് അത് നോക്കിയിട്ടും പറയും. സൈ സൈക്കോളജി പരമായി നോക്കിയാൽ, ബ്രെയിനിനെ വച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങൽ എന്ന് തെറ്റിദ്ധരിക്കും. സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ആ നിങ്ങളുടെ പരമാധികാരത്തിന്റെ നഷ്ടമാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അടിച്ചമർത്തലാണ്, ആഗ്രഹങ്ങളെയും നിങ്ങളുടെ പ്രതീക്ഷകളെയും നിങ്ങളുടെ ഇതിനെല്ലാം ആത്മീയത കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ യഥാർത്ഥ ഇതിന് ഇതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ ആളുകൾ പറയും. അവർ സറണ്ടറിനെ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായ പക്വതയാണ്, ഇമോഷണൽ ആയിട്ടുള്ള മെച്യൂരിറ്റി, മെച്യൂരിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റി. നമ്മൾ പറയൂലേ, ആ നിനക്ക് പക്വതയായി എന്ന് പറയൂലേ, ആ പക്വതയുടെ ഹൈ എൻഡ് വേർഷനാണ് യഥാർത്ഥ സറണ്ടർ, വൈകാരികമായ പക്വത. ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും പൊട്ടിത്തെറിക്കാനും പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും ഇല്ലാത്ത യഥാർത്ഥ പക്വത. അതല്ലേ പക്വത എന്ന് പറഞ്ഞത്. ഇമോഷണലി ഉള്ള ലോകത്ത് എത്രയോ ഗവേഷണങ്ങളാണ് നടക്കുന്നത് ഒരാളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ സറണ്ടറിലൂടെ സിമ്പിളായിട്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാം. ലോകത്ത് എന്തെല്ലാം ഗവേഷണങ്ങൾ നടത്തുന്നു, എന്തെല്ലാം പഠനങ്ങൾ നടക്കുന്നു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സഹോദരന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, കൂട്ടുകാർക്ക് പരസ്പരം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ജോലി ചെയ്യുന്ന ഓഫീസിൽ മേലധികാരികൾക്കും താഴെയുള്ളവർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇമോഷണൽ മെച്യൂരിറ്റി. യഥാർത്ഥ സറണ്ടർ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ മെച്യൂരിറ്റിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും ഇമോഷണൽ മെച്യൂരിറ്റി.
യഥാർത്ഥ സറണ്ടറിലൂടെ ലഭിക്കുന്ന മറ്റൊരു സംഭവം, സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു സംഭവം, സ്വയം എന്താണ്, ആരാണ് എന്ന് തിരിച്ചറിയുന്ന അവബോധമാണ്. ഇത് മാത്രമല്ല കിട്ടുക. യഥാർത്ഥ സറണ്ടറിലൂടെ നിങ്ങൾ എത്ര വലിയ ട്രോമ, എത്ര വലിയ ടെൻഷൻ, എത്ര വലിയ പ്രശ്നങ്ങൾ, എത്ര വലിയ ആഘാതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഹീലിംഗ് കിട്ടും. നിങ്ങൾ പോലും അറിയാതെ തനിയെ 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 നിങ്ങൾ ഹീലായി വരും അതിൽ നിന്ന്. ഈ യഥാർത്ഥ സറണ്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒരു ഗുണം എന്താണ്? ഒറ്റ ഒരുത്തനും നമ്മളെ നന്മ തിന്മ പഠിപ്പിക്കേണ്ടി വരില്ല. എടവേ അത് തെറ്റാണ്, ഇത് ശരിയാണ്, അത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് ഒരുത്തിനും പഠിപ്പിക്കേണ്ടി വരില്ല. നന്മയും തിന്മയും ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിൽ നിന്ന് ഉണ്ടായി വരും. മറ്റൊരു മോട്ടിവേഷൻ നൽകിയിട്ടുള്ളതാണ്. മോട്ടിവേഷനിൽ നന്മ തിന്മയൊന്നും ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവില്ല. അവിടെ അവസരം കിട്ടിയാൽ പിടിവിട്ടു പോകും. ആ, കൃത്യമായ സറണ്ടർ ആയി കഴിഞ്ഞാൽ മനുഷ്യൻ ഓട്ടോ മോഡ്, അതായത് എല്ലാം ഓട്ടോമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യന് മാത്രം ഓട്ടോമേഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒന്നും കിട്ടില്ല. ചുമ്മാ പോയി കണ്ണടച്ചിരുന്നാലും ഒന്നും കിട്ടില്ല. താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. അതൊന്നും അല്ല ഇതിന്റെ സീക്രട്ട്. കണ്ണടച്ചിരിക്കുന്നതോ ക്ലാസ് കേൾക്കുന്നതോ ഒന്നും അല്ല സീക്രട്ട്. സറണ്ടർ ആണ് ഒരു സീക്രട്ട്. മെയിൻ സീക്രട്ട് സറണ്ടർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ കണ്ണടച്ചിരുന്നോണ്ടോ, വെറുതെ ഇവിടെ കേട്ട് സറണ്ടർ. ആരോഗ്യപരമായ കീഴടങ്ങൽ, നിഷ്ക്രിയത്വം ആശ്രയത്വം ഒന്നുമല്ല. നിങ്ങൾ മറ്റു രീതിയിൽ പോകുമ്പോഴാണ് നിങ്ങൾ നിഷ്ക്രിയത്വം, ആരെങ്കിലും ആശ്രയിക്കേണ്ടിയും ഒക്കെ വരുന്നത്. ആശ്രയത്വമായി മാറുന്നത് അവിടെയാണ്, ഇവിടെയല്ല. നിങ്ങളുടെ എല്ലാ മുൻഗണനകളും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും പൂർണ്ണമായി നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ ഉത്തരവാദിത്തോടെ തിരഞ്ഞെടുക്കുന്നു. ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്ന് പറയുന്ന സാധനം, ആങ്സൈറ്റി, നിങ്ങൾ ഇല്ലാതാക്കുന്നു. അത്രേ ഉള്ളൂ. ഫലത്തെക്കുറിച്ചുള്ള ആങ്സൈറ്റിയാണ് സറണ്ടറിൽ നിന്നും തടയുന്നത്. അവിടെയാണ് മനുഷ്യന്റെ പരാജയപ്പെടുന്ന മനുഷ്യരെല്ലാരും. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നാണല്ലോ, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. അങ്ങനെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അത് ചൂസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ചൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറെ ദാനധർമ്മങ്ങൾ ചെയ്താൽ, നിങ്ങൾ നന്നായി നടന്നാൽ, ജീവിതകാലം മുഴുവൻ അത് ചെയ്തിട്ടും ഒന്നും കിട്ടാതെ പോയ എത്രയോ ആളുകളുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല അവരുടെ ജീവിതത്തിൽ. അതിനുവേണ്ടി പണമുണ്ടാകാൻ വേണ്ടി നന്മ മാത്രം ചെയ്ത്, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത്, ആരും ദ്രോഹിക്കാതെ നടന്ന് ജീവിച്ച് പാവപ്പെട്ടവനായി മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല നന്മകൾ മാത്രം ചെയ്ത്, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ ജോലിയിലെത്തും, വലിയ പൊസിഷനിലെത്തും എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് കടന്നുപോയ ആളുകളുണ്ട്. ഞാൻ വലിയ നന്മ ചെയ്യും, ആൾക്കാരെ സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയാവും, പ്രധാനമന്ത്രിയാവും എന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് ഒന്നും ആകാതെ ജീവിച്ച് മരിച്ചുപോയ ആളുകളുണ്ട്. അവരുടെ എല്ലാം വിചാരം എന്ന് പറയുന്നത്, ഇത് ചെയ്താൽ എനിക്കത് കിട്ടും. ഉണരുന്നതിന് മുമ്പ് എല്ലാം ഞാൻ നിയന്ത്രിക്കണം എന്ന തോന്നലാണ്. എല്ലാം ഞാൻ നിയന്ത്രിക്കണം. എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മക്കളെ, എല്ലാത്തിനെയും ഞാൻ നിയന്ത്രിക്കണം എന്ന തോന്നലാണ് ഉണരുന്നതിന് മുമ്പുള്ളത്. ഉറക്കത്തിലുള്ള തോന്നലാണത്. സറണ്ടർ എന്നാൽ ഉണരലാണ്. ഉണരുന്ന സമയത്ത് ഞാൻ എല്ലാം ഉപേക്ഷിക്കണം. ഉണരുന്ന സമയത്ത്. ഉണർന്നതിന് ശേഷോ
എല്ലാ പ്രവർത്തനങ്ങളും സ്വയം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന ബോധം ഉണ്ടാവും. 3 സ്റ്റേജാണ്. 3 സ്റ്റേജ്, 3 സ്റ്റേജസ്. ഉണരുന്നതിന് മുമ്പ് എല്ലാം ഞാൻ നിയന്ത്രിക്കണം, എല്ലാം എൻ്റെ കൺട്രോളിലായിരിക്കണം. എൻ്റെ കൺട്രോളിൽ നിന്ന് എൻ്റെ മകൻ തെറ്റിപ്പോയാൽ ആകെ പ്രശ്നമായി, എൻ്റെ മകള് തെറ്റിപ്പോയാൽ ആകെ പ്രശ്നമായി, എൻ്റെ ഭർത്താവ് തെറ്റിപ്പോയാൽ, എൻ്റെ ഭാര്യ തെറ്റിപ്പോയാൽ പിന്നെ ജീവിതം ഇല്ല. പിന്നെ ആകെ ടെൻഷൻ, വിഷമം, സങ്കടം, ബുദ്ധിമുട്ട്, ശാരീരികപരമായ അസുഖങ്ങള്, മാനസികപരമായ ടെൻഷൻ വേറെ, ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ വീട് അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവും. അപ്പൊ ഈ സമ്പത്തിനെ ഞാൻ നിയന്ത്രിക്കണം എന്ന ബോധം, ആ ബോധത്തിലൂടെ എന്താവും? സമ്പത്തിനെ എല്ലാം നിയന്ത്രിക്കണം, എൻ്റെ കൺട്രോളിലായിരിക്കണം, ഞാനിത് നിയന്ത്രിച്ചു കൊണ്ടുപോകണം, ഇത് ഞാൻ മരിക്കുന്നത് വരെ നിലനിർത്തണം, ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ വീട് പോവരുത്. അതുപോലെ തന്നെ ആരോഗ്യം, ഞാൻ അത്ര കീപ്പ് ചെയ്യണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, ഒന്നും സംഭവിക്കൂല, ആകെ പ്രശ്നമായിരിക്കും. ഇതെല്ലാം ഉറക്കത്തിൽ നടക്കുന്ന സംഭവമാണ്. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ ഓർമ്മ ഇല്ലാതെ ഉറങ്ങുന്ന സംഭവം. ആ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം തോന്നും. ആ ഉറക്കത്തിൽ നിന്നും ഉണരണ ഒരു സമയമുണ്ട്. ഉണരണ സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാം ഉപേക്ഷിക്കണം, ഞാൻ എല്ലാം ഉപേക്ഷിക്കണം. അതാണ് എല്ലാം വിടണം. ആ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജിൽ പോലും പലരും എത്തിയിട്ടില്ല. ഞാൻ എല്ലാം വിടണം, എല്ലാം വിടണം എന്ന ഫസ്റ്റ് സ്റ്റേജിൽ പോലും എത്തിയിട്ടില്ല. ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റേജ് ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഉണരുന്ന സമയത്ത് ഉള്ള ആ ഒരു സ്റ്റേജ്, ഒരു തലം, ഞാൻ എല്ലാം ഉപേക്ഷിക്കണം, എല്ലാം വിടണം എന്ന ആ ഒരു സ്റ്റേജ് താണ്ടാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ആ സ്റ്റേജ് താണ്ടി നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണർന്ന് പ്രവർത്തനം സ്വയമേ ഒഴുകും തന്നെ. ഓട്ടോ മോഡ് സെറ്റ് ആവും അവിടെ. കംപ്ലീറ്റ് ഓട്ടോ മോഡ്. ഇപ്പോഴും കംപ്ലീറ്റ് ഓട്ടോ മോഡിലേക്ക് വരാനുള്ള തടസ്സം എന്ന് പറയുന്നത് ഞാനെല്ലാം ഉപേക്ഷിക്കണം എന്ന ബോധം കൃത്യമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. അവിടെ വേർതിരിവില്ല. ആ എന്താണോ ആ പവർ, ആ ശക്തി, ആ മഹാശക്തി, അതും നിങ്ങളും തമ്മിൽ വേർതിരിവില്ല. എല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ സ്വന്തം ശരീരം വരെ, മരണത്തിന് മുമ്പുള്ള ഒരു മരണം എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് പോണമെന്നല്ല, അതിനു മുമ്പ് ഈ എല്ലാം വിടണം. മരിച്ച ഒരാൾക്ക് പിന്നെ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. വേറൊരു സാധനം ഇല്ല അയാൾക്ക്. എന്നാൽ എല്ലാം ഉപേക്ഷിക്കണമെന്നല്ല. അവിടെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ പണ്ട് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ലായിരുന്നോ? അതുകൊണ്ടാണ് കഥകളിലൂടെ മരണത്തിന് മുമ്പുള്ള മരണം എന്നൊക്കെ പറഞ്ഞ് 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 അവർ പഠിപ്പിക്കാൻ നോക്കിയത്. ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം ഇന്ന് അത്ര അഡ്വാൻസ്ഡ് ആണ് മനുഷ്യൻ. അന്ന് പല കഥകളിലൂടെ പറഞ്ഞത് ഇന്ന് ഈ സിസ്റ്റത്തിലൂടെ പറയുമ്പോൾ മനസ്സിലാകും. ഞാൻ ആ കഥകൾ എടുക്കുന്നില്ല എന്നുള്ളൂ. ആപ്പിളിന്റെയും പുഴയുടെയും തീരത്തുകൊണ്ടേയും സമുദ്രത്തെ രണ്ടാക്കിയതിന്റെയും അങ്ങനത്തെ കഥകൾ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലിയ യുദ്ധത്തിന്റെയും ഒരു ഫാമിലിയിലുള്ളവർ തന്നെ ചേരിതിരിഞ്ഞുള്ള യുദ്ധം, ആ അങ്ങനെ മനസ്സിലാകുമായിരുന്നുള്ളൂ ഒരു സമൂഹത്തിന്. അത് മാറി ഇപ്പൊ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിപ്പോ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ രീതിയിൽ വേണം ഇതിനെ പറയാൻ. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നില്ല, കുറെ നിർബന്ധിക്കുമ്പോൾ മക്കളെ കുറച്ച് ഉന്തിത്തള്ളി കയറ്റാൻ പറ്റുമായിരിക്കും.
പക്ഷെ എത്ര കാലം നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആര്? ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നല്ലേ മാക്സിമം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ടെൻഷനും ബുദ്ധിമുട്ടും സ്ട്രെസ്സുമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ എന്ത് പ്രയോജനം? നിങ്ങൾ ആ കൊടുക്കുന്ന നിമിഷം എന്ന് പറയുന്നത് ഒരു ആത്മാവിനെ വേദനിപ്പിക്കലാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? മകളാവട്ടെ, മകനാവട്ടെ, മാതാവാകട്ടെ, പിതാവാകട്ടെ, നിങ്ങളുടെ ഒരു പ്രവർത്തനം, നിങ്ങളുടെ ഒരു നിർബന്ധം അവർക്ക് സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിയുമാണ് നൽകുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്, പാപം. അതൊന്നു മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? എവിടെയാണ് നമ്മുടെ കാരുണ്യം? ഇത്രയും ഇതിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ ദേഷ്യപ്പെട്ടു പോയാൽ അവിടെ നമ്മുടെ കാരുണ്യം എവിടെയാണ്? പാപവും പുണ്യവും ഒന്നുമില്ല. ആകെയുള്ളത് ഇത് മാത്രമാണ്. ഒരിക്കലും നിർത്താൻ പറ്റില്ല. ശരിയാണത്. നമ്മളിപ്പം പറയാണ് പരീക്ഷ വരെ ഞാൻ ഈ കൊച്ചിനെ ഒന്ന് SSLC വരെ നിർത്താൻ കഴിയില്ല അവിടെന്നും. അത് കഴിയുമ്പോൾ നിങ്ങൾ ആ സെയിം പാറ്റേൺ, സെയിം ട്രിഗർ, സെയിം ലൂപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു 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 ആചാരമോ ഒരു അനുഷ്ഠാനമോ നിങ്ങൾക്ക് ഈ മരണത്തെ പോലെ അതിനൊന്നും പകരമാവില്ല. ഇത് വെറും ശാരീരികപരമായോ മാനസികപരമായോ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. ഈ എസ്കേപ്പ് എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ആ പൂർണ്ണമായും ജയിലിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം, ആ അഹങ്കാരമാണത്. എല്ലാ അഹങ്കാരവുമായിട്ട് ലിങ്ക് ഉണ്ടത്. എവിടെയെങ്കിലുമൊക്കെ ഇത് ബ്ലോക്ക് ചെയ്ത് പിടിക്കും. പിടിവിടില്ല അത്. അപ്പൊ നമ്മൾ ഉണർത്താൻ ഒരു സംവിധാനം ഉണ്ടാവണം അവിടെ. അങ്ങനെയല്ല എന്ന് പറയാൻ, അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയണം. അത് നമ്മൾ പറയാൻ പാടില്ല. മക്കളെയും വഴക്ക് പറയരുത്. മക്കളെയും വഴക്ക് പറയരുത്. എന്റെ മക്കളല്ലേ, എനിക്ക് വഴക്ക് പറയാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നീ ദൈവത്തിൽ പങ്കാളിത്തം ചേർക്കുന്നത്. നീ അവിടെ ദൈവത്തിൽ പങ്കാളിത്തമല്ല, പങ്ക് ചേർക്കുകയാണ്. അവിടെ നീ ദൈവത്തിൽ പങ്ക് ചേർക്കുകയാണ്. മറ്റത് പങ്ക് ചേർക്കലല്ല, പങ്കാളിത്തമാണ്. പങ്കാളിത്തം എന്ന് പറയുന്നത് വിശാലമായ കാഴ്ചപ്പാടാണ്. വേർതിരിവ് ഇല്ലാതാക്കലാണ്, അലിഞ്ഞു ചേരലാണ്. പറ്റണം. പറ്റില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ്. നിങ്ങൾ കുറെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. ഇനി വരുന്ന സമയങ്ങളിൽ അത് കൂടും. നമുക്ക് തന്നെ സ്വയം ഇത് ആരും പറഞ്ഞോണ്ടല്ല, നമുക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? നമ്മളൊരു വീട്ടിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഭാര്യയോട് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നിർബന്ധിക്കുകയാണ്, ഒരു ഭർത്താവിനോട് ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. ആ വീട്ടിലുണ്ടാകുന്ന എന്താണ്? സമ്മർദ്ദമാണ്, ടെൻഷൻ, പ്രഷർ, ആങ്സൈറ്റി. വേറെ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? അവിടെ സ്നേഹമില്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് പറയും വഴക്കുള്ളോടത്തേ സ്നേഹമുള്ളൂ എന്ന് പറയും. എത്ര എത്ര ക്രൂരമായൊരു ഒരു ഒരു തിയറിയാണത്. എത്ര ക്രൂരമായൊരു തിയറിയാണത്. നിങ്ങൾ സത്യസന്ധമായി ദയയോടും കാരുണ്യത്തോടും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കി.
വഴക്കുള്ളോടത്തെ സ്നേഹമുള്ളൂ എന്ന് പറയുന്ന തിയറി എത്ര ക്രൂരമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് വഴക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. എത്ര ക്രൂരമാണത്. വഴക്കുള്ളോടത്തെ സ്നേഹമുള്ളൂ, എന്നിട്ട് വഴക്കുണ്ടാക്കിയിട്ട് സ്നേഹിക്കും. വഴക്കുണ്ടാക്കാതിരുന്നു കൂടെ? അവിടെ ഉണ്ടാകുന്നത് ഒരു നിയന്ത്രണമാണ്. വഴക്കുണ്ടാകുന്നത് എവിടെയാണ്? നിയന്ത്രണത്തിലൂടെയാണ്. ഈ നിയന്ത്രണം എനിക്കത് ചെയ്ത് കിട്ടണം, എനിക്കത് നടന്നേ പറ്റൂ എന്ന തോന്നലിലൂടെയാണ്. അതുണ്ടായി വരുമ്പോഴാണ് അവിടെ സമ്മർദ്ദം രൂപപ്പെടുകയാണ്. ആരുടെ ഉള്ളില്? ഈ രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികളുടെ അല്ലെന്ന്. അതിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. അത് കഴിയുമ്പോൾ സ്നേഹിക്കുമ്പോഴൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നീറ്റൽ ഉണ്ടാകും. അതാരും പറയൂല. അത് സ്നേഹമുള്ളിടത്ത് മാത്രമേ വഴക്കുണ്ടാവൂ എന്ന് പറയും. പക്ഷെ വലിയ വഴക്കായി കഴിയുമ്പോൾ എത്ര സ്നേഹിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ നീറ്റൽ ഉണ്ടാകും. അതാണ് മനസ്സിന്റെ ഒരാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുന്നത്. അത് വേദനിപ്പിക്കല് വേദനിപ്പിക്കല് തന്നെയാണ്. അത് മാത്രമാണ് ബാലൻസ് ചെയ്യേണ്ടത്. അതാണ് ഈ ലൂപ്പിന്റെ രഹസ്യം. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ആരെയൊക്കെ നമ്മൾ വേദനിപ്പിച്ചു? മക്കളെ, ചുറ്റുമുള്ളവരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ആർക്കൊക്കെ സമ്മർദ്ദം കൊടുത്തു? അതാണ് അതാണ് ലൂപ്പ്. നമുക്ക് ക്ലാസ് കേട്ടോണ്ട് മാത്രം മാറ്റം വരില്ല. സമർപ്പണത്തിലൂടെ മാത്രമേ മാറ്റം വരുള്ളൂ. സറണ്ടർ, സമർപ്പണം. ഞാൻ ഈ സെക്കൻഡിൽ ഇല്ലാതായാലും എൻ്റെ മക്കൾ വളരും എന്ന സമർപ്പണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് ചോദിച്ചിരുന്ന ഏറ്റവും വലിയ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിലാണ് ഞാൻ ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നത്. അതിൻ്റെ ഇടയിൽ എന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തിട്ടുള്ളത് എൻ്റെ ഭാര്യയാണ്. എപ്പോഴും ചോദിക്കും, നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകണ്ടേ? അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ? അതിൽ നിന്നാണ് എല്ലാ ടെൻഷനും. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കൊടുക്കണ്ടേ, അവരെ പഠിപ്പിക്കണ്ടേ, അവരെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണ്ടേ, അവരെ. അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ സെക്കൻഡിൽ നമ്മൾ പോയാൽ നമ്മൾ എപ്പോ പോകും നമുക്കറിയാവോ? പിന്നെ അവർക്ക് ആരുണ്ട്? അതാണ് സമർപ്പണം. അത് മാത്രമാണ് സമർപ്പണം. അല്ലാതെ ക്ലാസ് കേൾക്കുന്നതോ കണ്ണടച്ചിരിക്കുന്നതോ ഒന്നുമല്ല. ഓട്ടോ മോഡിലേറ്റ് സ്വയം പ്രവർത്തിക്കുന്ന, സ്വയമേ ഒഴുകുന്ന, സ്വയമേ ചലിക്കുന്ന ഒരു മോഡിലേറ്റ് മാറുന്നതാണ്. അത് മാറണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. അസാമാന്യമായ ഒരു ധൈര്യം വേണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മരണം വരെ നിങ്ങൾ ആ ലോക്കിലായിരിക്കും. നിങ്ങൾ ആ മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും അതിൻ്റെ ആ കെട്ടുപാടിൻ്റെയും ലോക്ക് നിങ്ങൾക്ക് ഒരിക്കലും എസ്കേപ്പ് ആവാൻ പറ്റില്ല. ആ ലോക്കാണ് ഏറ്റവും വലിയ ലോക്ക്. നിങ്ങൾ വിചാരിക്കും ഫാമിലി എന്ന് പറയുന്നത് ഐശ്വര്യമാണ്, അനുഗ്രഹമാണ്, എല്ലാമാണ്. പക്ഷേ ആ ലോക്കിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ലോക്ക് അതാണ്. സ്നേഹം വേണം, ബഹുമാനം വേണം, സന്തോഷം വേണം, ആടലുകളും പാടലുകളും വേണം. പക്ഷെ ലോക്കി പെടരുത്. ആ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീടും തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ വ്യക്തിപരമായിട്ട് എടുക്കൂല. വ്യക്തിപരമായി തോന്നൂല. അത്ര വ്യക്തിപരമായി തോന്നൂല. പങ്കാളിത്തം ഉള്ളതായിട്ട് തോന്നും. കൂടുതൽ പങ്കാളിത്തം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും.
ഇത് നിങ്ങളിൽ മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളിലും ഈ സംഭവം ഉണ്ട്, ഈ ലോക്കുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളിലും ഈ ലോക്കുണ്ട്. പക്ഷേ ആ ലോക്ക് എല്ലാവരിലും ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണ മോചനം കിട്ടും. പൂർണ്ണ മോചനം, പൂർണ്ണ സന്തോഷം. ഇപ്പോൾ ഉള്ളതിൽ ഹാപ്പി. ഞാൻ ഒന്നിനോടും കെട്ടില്ല എനിക്ക്. നോക്കണ്ടെങ്കിൽ നല്ലത്. നിങ്ങൾ ആരുടെയും ദൈവമല്ല. ദൈവം അങ്ങനെ ഒരു കൺട്രോളർ അല്ല. അതിലും മേലെയാണ് മനുഷ്യൻ. ദൈവം ആരെയും കൺട്രോൾ ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ദൈവത്തെ തെറി വിളിച്ചാൽ പോലും ദൈവത്തിന് ഒരു പ്രശ്നമില്ല. എത്രയോ പേര് ചീത്ത വിളിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇരുന്നിട്ട് ദൈവത്തെ എന്തോരം ചീത്ത വിളിക്കണു. ദൈവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദൈവം അവരെ ശിക്ഷിക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ അതിനേക്കാൾ മേലെയാണ്. ദൈവത്തിനേക്കാൾ വലുതാണ്. ഇലാഹോ അല്ലെങ്കിൽ ഒന്നും അല്ല, അതിലും മേലെയാണ് മനുഷ്യൻ. അതിലും മേലെ നിന്നിട്ട് അപ്പോഴാണ് അവന്റെ എല്ലാ ടെൻഷന്റെയും കാരണം അവിടെ തുടങ്ങും. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് ദൈവം. അത് പറയുമ്പോ പറയരുത്, ഞാൻ വീണ്ടും അത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. എല്ലാവരുടെയും ദൈവമായിട്ട് ഒരാൾ മാറുകയല്ല, ഒരാൾ ദൈവമായി മാറുകയല്ല. യു ആർ ഗോഡ്. ആ ദൈവത്തിന്റെ ഒരു സ്പാർക്ക് നിങ്ങളിലുണ്ട്. അത് മാത്രമാണ് നിലനിൽക്കുന്നത്. അത് നിങ്ങൾ എൻജോയ് ചെയ്യുക. അത് എൻജോയ് ചെയ്താൽ അത് ഒരിക്കലും മടുക്കില്ല. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 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 നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നം, നിങ്ങൾ ഒരു പിരിമുറുക്കെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കി. എന്ത് വിഷയമാവട്ടെ, എന്ത് വിഷയം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു വിഷയത്തെയും നിങ്ങൾ എടുത്തിട്ട് ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു പ്രശ്നമാകട്ടെ, എന്ത് പിരിമുറുക്കായിക്കൊള്ളട്ടെ, ഏത് പിരിമുറുക്കായിക്കൊള്ളട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിക്കുക അതിനോട്. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ പ്രശ്നത്തിനോട് ചോദിക്കും, ഞാൻ എന്തിനെയാണ് എതിർക്കുന്നത്? എന്തിനെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പിരിമുറുക്കം എടുത്താലും ആ പിരിമുറുക്കത്തിൽ നിങ്ങൾ എന്തോ ഒരു സാധനത്തിനെ എതിർക്കുന്നുണ്ടാവും. രോഗമായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, റിലേഷൻഷിപ്പോ ഹെൽത്തോ കരിയറോ നിങ്ങളുടെ ജീവിതം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബിസിനസ് ആയിക്കൊള്ളട്ടെ, എന്തും എടുത്ത് പരിശോധിച്ചോ. കടയിൽ കച്ചവടമില്ല, അവിടെയില്ല, ഇവിടെയില്ല, എന്തും എടുത്ത് പരിശോധിച്ചോ. നിങ്ങൾ എന്തിനെയാണ് അവിടെ എതിർക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ഉള്ളിലായിട്ട് ചോദിക്കും, ഞാൻ ഇതിനെ എതിർക്കേണ്ടതാണോ? ഞാൻ എതിർത്താൽ മാറുന്നതാണോ ഇത്? ഇവിടെ എങ്ങനെയാണ് ആ യോജിപ്പ് ഉണ്ടാകുക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ എതിർത്താൽ മാറുന്നതല്ലാതെ ആന്തരികമായ നിങ്ങളുടെ സംഘർഷമില്ലാതെ നിങ്ങൾ അതിനൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാക്കി സമർപ്പിക്കുക. സമർപ്പണം, സറണ്ടർ. സമർപ്പണം, സമർപ്പണം. വിടുക. ഒരുത്തന്റെയും വിഷമത്തെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റൂല. പിന്നെ നിങ്ങൾ വിഷമിച്ചിട്ട് എന്നാ കാര്യം? കൂടെയുള്ളവർ സങ്കടം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചാൽ അവർക്ക് കൂടുതൽ സങ്കടമാകും. എന്നോട് ഒരാൾ വന്ന് സങ്കടം പറയുകയാണ്. ഉടനെ തന്നെ ഞാനും ഇരുന്നിട്ട് ആകെ ബുദ്ധിമുട്ടായി പോയി എന്ന് പറഞ്ഞാൽ ഞാൻ കരയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ പിടി വിട്ടു പോവും. അതാ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ വേറൊരാൾ സങ്കടം പറയുമ്പോ അതാണ് പ്രശ്നം. ആ സങ്കടം പറയുമ്പോഴത്തേക്കും നിങ്ങളും അതിന്റെ കൂടെ മനസ്സ് വിഷമമായി, സങ്കടമായി. നിങ്ങൾക്കത് മാറ്റാൻ കഴിയില്ല.
5 രൂപ 10 രൂപയാണെങ്കിൽ എടുത്തു കൊടുക്കാം. 10 കോടിയുടെ പ്രശ്നമാണ് ഒരാൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വേണ്ട, 1 കോടിയുടെ പ്രശ്നമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വേണ്ട, മാറ്റാൻ പറ്റാത്ത ഒരു അസുഖത്തെ കുറിച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല. ജീവിതത്തിലെ സാമ്പത്തികപരമായ വലിയ തകർച്ചയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഓട്ടോ മോഡ്. അതൊരു ലോക്കാണ്. അത് വലിയൊരു ലോക്കാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന വലിയൊരു ലോക്ക്. ഒരിക്കലുമല്ല. നമ്മളവിടെ വിട്ടുകൊടുക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. സറണ്ടറിങ്. സറണ്ടറിങ്. കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പം ഒരാൾ വന്ന് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നമുക്ക് തിരിച്ച് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വെല്ലുവിളിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല. ഇത്രയും സംസാരിക്കുന്ന ഒരാൾക്ക് അതിനെ വെല്ലുവിളിക്കാനും അതിനെതിരെ പ്രതികരിക്കാനൊന്നും കഴിവില്ലാത്തതുകൊണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. കഴിവില്ലാത്തത് കൊണ്ടല്ലാതെ. അതിനെതിരെ വാദിക്കാനും അതിനെതിരെ പ്രസംഗിക്കാനും അതിനെതിരെ ഖണ്ഡനം മുണ്ടനം നടത്താനും അതിനെതിരെ കുറെ തെളിവുകൾ കൊണ്ടുവന്ന് നിരത്താനും എല്ലാവർക്കും കഴിയും. അത് പരസ്പരം അതവിടെ വിട്ടുകൊടുക്കുകയാണ്. സറണ്ടർ. അത് അതൊരു അതൊരു യുദ്ധത്തിന്റെ മേഖലയാണ്. നമ്മൾ കാര്യങ്ങൾ പറയുന്നു, വിട്ടുപോകുന്നു, അല്ല യുദ്ധം ചെയ്യാൻ നമ്മളില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വില്ല് നിങ്ങളിൽ നിന്നും വേർപെട്ടതല്ല. അപ്പൊ നിങ്ങളുടെ വില്ല് എന്താണ്? ഇന്ന് വില്ലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് അത് ബോറടിക്കണു ഇത് ബോറടിക്കണു എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു തുടങ്ങിയതാ. ദിവ്യമായ വില്ല് നിങ്ങളിൽ നിന്നും വേർപെട്ടിട്ടില്ല. നിങ്ങളത് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ, സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ വിൽ. ലോകത്തിന്റെ ഏറ്റവും വലിയ വിൽ. ഏറ്റവും വലിയ വിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയാണ്. ലോകത്തെ ഏറ്റവും വലിയ വിൽ. അസ്തിത്വത്തിലൂടെ സഞ്ചരിക്കുന്ന ആഴമേറിയ അവബോധം, ബുദ്ധി. ആഴമേറിയത്. അഹം അഹങ്കാരം നിർബന്ധിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരസലുണ്ടാക്കുന്നു. ഒരസൽ. എന്നാൽ അവബോധം നിങ്ങളുമായി യോജിക്കുമ്പോൾ കൃപ ഒഴുകുകയാണ്. നിങ്ങളൊരു പാവയല്ല. കൃപ ഒഴുകുകയാണ്. നിങ്ങൾ പാവയായി പ്രവർത്തിക്കുകയല്ല അവിടെ. നിങ്ങൾ സമ്പൂർണതയുടെ ബോധപൂർവമായ ഒരു പ്രകടനമായി മാറുകയാണ് അവിടെ. സമ്പൂർണത, പൂർണ്ണത, പൂർണ്ണത. ജ്ഞാനവാദികൾ പറയും പോലെ പ്ലറോമ. അതാണ് സമ്പൂർണത. ആ സമ്പൂർണതയിലാണ് യേശുവും മോശയും കൃഷ്ണനും ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീ ശങ്കരനും ഒക്കെ ഉള്ളത്. ആ പ്ലറോമയിൽ, ആ പൂർണ്ണതയിലാണെന്നാണ് പറഞ്ഞത്. അതാണ് പൂർണ്ണത. അത് നിങ്ങൾ ഓരോരുത്തരിലും ഓരോ മനുഷ്യരിലും ഉണ്ടാവേണ്ടതാണ്. അഹം നിർബന്ധങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വശംവദനാണ്. അങ്ങനെ വശംവദരാകുമ്പോൾ അത് ഒരസലുകൾ ഉണ്ടാക്കുന്നു. അവിടെ ആങ്സൈറ്റി ഉണ്ടാവുന്നു, അവിടെ ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. അതാണ് ആ പൂർണ്ണമായ ബോധമാണ് എൻലൈറ്റ്മെന്റ്. പൂർണ്ണമായ ബോധത്തിലേക്ക് ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ അലൈനാകുന്നതാണ്. ആ ഇപ്പൊ വലിയ വലിയ ഉസ്താദന്മാർ വരെ ജിബിരിയിലും എനർജിയാണെന്നാ പറയണത്. കാരണം മനസ്സിലായി തുടങ്ങി. മനസ്സിലായി. ഇറ്റ്സ് എ മെസ്സേജ്. മെസ്സേജ്. അത് മെസ്സേജാണ്, അല്ലാതെ ആള് മുമ്പിൽ വന്നിട്ട് ചിറക് വിരിച്ച് നിൽക്കണതല്ല എന്ന് മനസ്സിലായി. മനസ്സിലായി തുടങ്ങി. നിങ്ങൾ വെറും ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ വെറും ഒരു സ്വതന്ത്രൻ എന്നൊന്നുമല്ല. യു ആർ ദ ഫ്രീഡം.
നീയാണ് സ്വാതന്ത്ര്യം. സമ്പൂർണതയുടെ പൂർണ്ണ ബോധമാണ് നിങ്ങൾ. എല്ലാം ഒന്നാണ്. എല്ലാം. നിങ്ങളും ഒന്നാണ്. മഹാന്മാര് മാത്രമല്ല, നിങ്ങളും ഒന്നാണ്. അതിന് വിശാലമായ ഒരു എൻലൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ബോധം വേണം. ആ ബോധം ഓരോ മനുഷ്യരിലുമുണ്ട്. നിങ്ങൾ സമ്പൂർണതയുടെ പ്രകടനമാണ് എന്ന ബോധമുണ്ട്. യഥാർത്ഥത്തിൽ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇച്ഛാശക്തി നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. അത് അതിൻ്റെ യഥാർത്ഥ ഉറവിടത്തെ കണ്ടെത്തി ഞാൻ ഇത്ര ശക്തിയുള്ളവനാണ് എന്ന യഥാർത്ഥ ബോധമാണ് സറണ്ടർ. സറണ്ടർ മീൻസ് ഏറ്റവും വലിയ ശക്തിയെ കയ്യിലെടുക്കുന്നതാണ്. സ്വതന്ത്രനുമല്ല, നീ അടിമയുമല്ല, നീ സമ്പൂർണതയുടെ പൂർണ്ണമായ പ്രകടനമാണ്. സ്വതന്ത്രനും അടിമയൊക്കെ വെറും ലോക്കൽ സ്റ്റേജ്. നിങ്ങൾ സമ്പൂർണതയുടെ ബോധപൂർവമായ ഒരു പ്രകടനമാണ്. ഓക്കെ. അല്ലാതെ നീ അടിമയുമല്ല, സ്വതന്ത്രനുമല്ല, അതിലും വലുതാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ഛാശക്തിയാണ്. എന്ത്? ഇച്ഛാശക്തി നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് സറണ്ടർ. അത് അതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തലാണ്. മനസ്സിലായില്ലേ? ആ. ഒരുത്തനും അടിമയല്ല. ഒരാളും അടിമയല്ല. അടിമയല്ലെന്ന്. സ്വതന്ത്രനുമല്ല, അടിമയുമല്ല, നീയാണ് സമ്പൂർണത. വിൽ. വിൽ. ഇച്ഛ മീൻസ് വിൽ. വില്ല് നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് സറണ്ടർ. മറ്റത് വ്യാജമായ വില്ലാണ്, ഈഗോയുടെ വിൽ. ഈഗോയുടെ വിൽ എന്ന് പറയുന്നത് വ്യാജമായ വില്ലാണ്. ചുമ്മാ ഞാനാണെല്ലാം എന്ന് പറഞ്ഞ ആ വില്ലുണ്ടല്ലോ, അത് അതൊരു പറ്റിപ്പ് വില്ലാണ്. അത് ഈഗോയാണ് വന്നതെന്ന് പറഞ്ഞത്. ഞാനാണെല്ലാം, ഞാനാണടാ ദൈവം. ബാക്കി എല്ലാവരും എൻ്റെ താഴെയുള്ളൂ എന്ന് പറയുന്നത് ഈഗോയാണ്. യഥാർത്ഥ ദൈവമല്ല. നിങ്ങളെ ശിക്ഷിക്കാനും കരിക്കാനും വന്നു നിന്നിട്ട് പറയുന്നുണ്ടല്ലോ, വന്നു നിന്ന് ഞാനാണ് ദൈവം എന്ന് പറയുന്ന ദൈവം, അത് ദൈവമല്ല. മനസ്സിലായില്ലേ? ഒരിക്കലുമല്ല. ഇതിൽ കൂടുതൽ സാഹിത്യം കുറച്ച് എങ്ങനെ പറയും? സാഹിത്യമില്ല, ഒന്നുമില്ല ഇതിനകത്ത്. ഏതൊരാൾക്കും മനസ്സിലാക്കാതെ, ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാം. അവൻ മനസ്സ് വച്ചാൽ. മനസ്സ് വച്ചാൽ. മനസ്സ് വക്കണം, അല്ലാതെ മനസ്സിലാവില്ല. മനസ്സ് വക്കണം, അപ്പൊ മനസ്സിലാവും എന്താണ് സംഭവം. എന്തും പറഞ്ഞോട്ടെ, ഒരു അഭിപ്രായത്തിന് പോലും നമ്മൾ പ്രാധാന്യം നൽകരുത്. ഇപ്പോഴാ ലോകം മനസ്സിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലും നമ്മൾ പ്രാധാന്യം നൽകരുത്. ഓക്കെ.